കിച്ചൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാശ് ആൾക്കാർ ചിലവാക്കുന്ന ഒരു ഏരിയയാണ് ബാത്റൂം. ഇത് ഏതെങ്കിലും പെയിൻറ്റർമാർ വന്ന് അല്ലെങ്കിൽ ടൈലുകാർ വന്ന് എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. പിന്നീടുള്ളൊരു ഡൗട്ടാണ് ഈ ബാത്റൂമിൻ്റെ ഡിസൈനിങ്. പല സ്ഥലങ്ങളിലും നമ്മൾ എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ട് അല്ലെങ്കിൽ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈലും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നമ്മളെ ഡിസൈൻ ചെയ്യും. ഇപ്പോൾ നമ്മളെ അടുത്ത് ക്ലയൻറ്റ് പല റിക്വയർമെൻറ്റ് പറയും. ബാത്ത് ടപ്പ് വേണം, ഹാൻഡ് ഷവർ വേണം, മറ്റു സാധനങ്ങൾ വേണം, അങ്ങനെ പലതും പറയും. പിന്നീട് വിളിച്ച് പറയുന്ന പരാതിയാണ് നിങ്ങൾ ചെയ്തതിൽ പലതും യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഇല്ല, പിന്നീട് നിങ്ങൾ ചെയ്തു വെച്ച കാരണം ഇവിടെ പല അപകടങ്ങളുണ്ടാകുന്നു. സോ സാറിൻ്റെ ഭാഗത്തുനിന്ന് സാറിന് എന്താണ് ഇതിനൊരു ഇത് കൊടുക്കാൻ പറ്റുക? നമ്മുടെ വീടുകളിൽ സാധാരണ കിച്ചൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാശ് ആൾക്കാർ ചിലവാക്കുന്ന ഒരു ഏരിയയാണ് ബാത്റൂം. കാര്യം നമ്മൾ ഭയങ്കര ക്ലീൻനെസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ. അതെ അതെ ഓക്കെ. അപ്പം ഒരു ബാത്റൂം ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അത് ഭയങ്കര രസമാണ് ഡിസൈൻ ചെയ്യാൻ. അതെ എന്ന് പറഞ്ഞാൽ ലെഡ്ജ് വാൾസ്, ലെഡ്ജസ് ഉണ്ടാക്കും, നമ്മൾ നിഷസ് ഉണ്ടാക്കും. ഞങ്ങൾ മിക്കവാറും എല്ലാ പ്രൊജക്റ്റുകളും ചെയ്തതെന്ന് പറഞ്ഞാൽ ഷവറൊക്കെ സീലിങ്ങിലായിരിക്കും. അപ്പം തലയ്ക്ക് മേളിൽ തന്നെ വെള്ളം വീഴണം, ആ ഒരു സിസ്റ്റം ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും വരുന്ന ഈ ബാത്റൂം തന്നെ. പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ബാത്റൂം യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡ്. പല പ്രശ്നങ്ങളുള്ള വീടുകളിൽ ചെല്ലുമ്പോഴെന്ന് ഒരു പ്രോപ്പർ വാട്ടർ പ്രൂഫിങ് ഒരിക്കലും കാണത്തില്ല. ഇത് ഏതെങ്കിലും പെയിൻറ്റർമാർ വന്ന് അല്ലെങ്കിൽ ടൈലുകാർ വന്ന് എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഇത്രയും കൂടുതൽ കോസ്റ്റുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന ഒരു ഏരിയയിൽ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. പിന്നെ ഈ തെന്നി വീഴെന്ന് പറയുന്നത്, അതിനകത്ത് 2-3 കാര്യമുണ്ട്. അപ്പം ഒന്ന്, ബാത്റൂം എപ്പോഴും രണ്ടായിട്ടാണ് ചെയ്യുന്നത്, ഒന്ന് വെറ്റ് ഏരിയ, ഒന്ന് ഡ്രൈ ഏരിയ. അപ്പം വെറ്റ് ഏരിയ ആയിട്ട് തന്നെ സ്പെസിഫൈ ചെയ്യണം. പിന്നെ ഇതിനകത്ത് ഫ്ലോർ യൂസ് ചെയ്യുന്ന ടൈല് റസ്റ്റിക് ആയിരിക്കണം. അത് മാറ്റോ റസ്റ്റിക്കോ ചെയ്തത് നോൺ സ്ലിപ്പറി ആയിട്ടുള്ള ടൈൽസ് തന്നെ യൂസ് ചെയ്യണം. ഇച്ചിരി റസ്റ്റിക്ക് കൂടിയുമ്പോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ആരോഗ്യമാണല്ലോ മെയിൻ കാര്യം. വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി.